ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ എൻഎൽടി മേരി ജോസ്. ഞാനിന്ന് വന്നിരിക്കുന്നത് LICയിലെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടേം ഇൻഷുറൻസ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പോളിസി ജോയിൻ ചെയ്യുന്നു. ആ പോളിസി എത്ര വർഷത്തേക്കാണോ നമ്മൾ എടുക്കുന്നത് അത്രയും വർഷത്തേക്ക് നമ്മൾ പ്രീമിയം പേയ്മെൻറ്റ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേം നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ചൂസ് ചെയ്ത ടൈമിലേക്ക് പ്രീമിയം അടച്ചു. നമ്മൾ എത്ര വർഷമാണോ പോളിസി ടൈം എടുത്തിരിക്കുന്നത് അത്രയും വർഷത്തേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് കവറേജ് നമുക്കുണ്ടാകും. എന്ന് പറഞ്ഞാൽ ആ കാലാവധിക്കുള്ളിൽ നമ്മൾക്കൊരു ഡെത്ത് സംഭവിച്ചാൽ നമ്മളുടെ നോമിനിക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഇൻഷുറൻസ് കവറേജ് എമൗണ്ട് സം അഷ്വേർഡ് നമ്മുടെ നോമിനിക്ക് കിട്ടും. അതല്ല നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന കാലാവധിക്കുള്ളിൽ നമ്മൾക്കൊരു ഡെത്ത് സംഭവിച്ചില്ല എങ്കിൽ നമ്മൾ അടച്ച പ്രീമിയത്തിൽ റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല. അതാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ LIC 2 പുതിയ ടേം ഇൻഷുറൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. LICയുടെ യുവ ടേം ഇൻഷുറൻസ് പ്ലാൻ നമ്പർ 875. പ്രൊഡക്റ്റിൻ്റെ പേരിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇത് യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ്. 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. LICയുടെ പ്രോഫിറ്റിലൊന്നും ഇതിന് ഷെയർ ചെയ്യാം. അതുപോലെ ഇത് യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാൻ അല്ല, ഇത് പക്കാ ടൈം പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ഡെത്ത് സംഭവിച്ചാൽ ആ സം അഷ്വേർഡ് നോമിനിക്ക് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിലൊന്നും തിരിച്ചു കിട്ടുന്നില്ല. ഈ പോളിസി നമ്മൾക്ക് 2 രീതിയിൽ എടുക്കാം. അതായത് ഓപ്ഷൻ 1 എന്ന് പറയുന്നത് ലെവൽ സം അഷ്വേർഡ്. ലെവൽ സം അഷ്വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു സം അഷ്വേർഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ സം അഷ്വേർഡ് തന്നെയായിരിക്കും നമ്മളുടെ ടേം കഴിയുന്നവരെ. എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു 5 കോടിയുടെ പോളിസിയാണ് എടുക്കുന്നത്. നമ്മളൊരു 40 വർഷമാണ് ടൈം വെച്ചത്. ഈ 40 വർഷം കഴിയുന്നവരെ നമ്മളുടെ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് 5 കോടി. അതായത് ഇതിനുള്ളിൽ എപ്പോൾ നമുക്ക് ഡെത്ത് സംഭവിച്ചാലും നമ്മളുടെ നോമിനിക്ക് കിട്ടുന്നത് ഈ 5 കോടിയായിരിക്കും. ഓപ്ഷൻ 2 എന്ന് പറയുന്നത് ഇൻക്രീസിങ് സം അഷ്വേർഡ്. ഇൻക്രീസിങ് സം അഷ്വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു സം അഷ്വേർഡ് സെലക്ട് ചെയ്യുന്നു. അടുത്ത 5 വർഷത്തേക്ക് നമ്മൾക്ക് അത് തന്നെയായിരിക്കും സം അഷ്വേർഡ്. നെക്സ്റ്റ് 6ാമത്തെ വർഷം മുതൽ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു 5 കോടിയുടെയാണ് പോളിസി എടുത്തത്. ആദ്യത്തെ 5 വർഷങ്ങളിൽ നമ്മളുടെ ഇൻഷുറൻസ് കവറേജ് 5 കോടിയായിരിക്കും. അതായത് 5 വർഷത്തിനുള്ളിൽ നമുക്കൊരു ഡെത്ത് സംഭവിച്ചാൽ 5 കോടിയായിരിക്കും നമ്മുടെ നോമിനിക്ക് കിട്ടുന്നത്. 6ാമത്തെ വർഷം മുതൽ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് 5 കോടി എന്ന് പറയുന്നത് 5.5 കോടി, 6 കോടി, അങ്ങനെ കൂടി വരും. അവസാനം അത് 10 കോടി വരെ ആവും. ഈ 50 ലക്ഷം വെച്ച് ഇൻക്രീസ് ചെയ്ത് 10 കോടി വരെ ആവും. പിന്നെ 10 കോടിയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത് ടേം കഴിയുന്നവരെ. അപ്പോൾ നമ്മളുടെ യങ്ങർ ഏജിൽ നമ്മൾക്ക് കവറേജ് കുറവായിരിക്കും. ഏജ് കൂടുന്നതിൻ്റെ അനുസരിച്ച്, അതായത് 5 വർഷം കഴിഞ്ഞ് 6ാമത്തെ വർഷം മുതൽ നമ്മളുടെ കവറേജ് കൂടി വരും. അതാണ് 2 ഓപ്ഷൻസും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ ഞാൻ പറഞ്ഞു 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്കാണ് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. മിനിമം മെച്യൂരിറ്റി ഏജ് എന്ന് പറയുന്നത് 33 വയസ്സും മാക്സിമം മെച്യൂരിറ്റി ഏജ് എന്ന് പറയുന്നത് 75 വയസ്സാണ്. അതായത് 75 വയസ്സ് കഴിഞ്ഞാൽ ഇതിൽ കവറേജ് ഇല്ല. 75ആണ് മാക്സിമം ലിമിറ്റ് വരുന്നത്. പോളിസി ടൈം വരുന്നത് 15 വർഷം മുതൽ 40 വർഷം വരെയാണ്. മിനിമം ബേസിക് സം അഷ്വേർഡ് 50 ലക്ഷവും മാക്സിമം സം അഷ്വേർഡ് 5 കോടിയാണ്. ഇനി 5 കോടിയേക്കാളും കൂടുതൽ ആവശ്യമെങ്കിൽ അത് കേസ് ടു കേസ്, അതായത് നമ്മളുടെ ഇൻകം ഹെൽത്തും എല്ലാം നോക്കിയിട്ടാണ് നമുക്ക് ഈ പോളിസി കിട്ടുള്ളൂ. അപ്പോൾ അതിനേക്കാളും കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പ്രപ്പോസ് ചെയ്യാം. അത് സ്റ്റഡി ചെയ്തിട്ട് അത് കിട്ടാനായിട്ട് അർഹതയുണ്ടെങ്കിൽ അത് കിട്ടുന്നതാണ്. പക്ഷേ പോളിസിയിൽ ഒരു മാക്സിമം ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 5 crore. ഇനി ഇതിൽ പ്രീമിയം അടയ്ക്കാവുന്ന മോഡ് എന്ന് പറയുന്നത് സിംഗിൾ പ്രീമിയം ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ ഇയർലി പ്രീമിയം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി പ്രീമിയം ആയിട്ടും ജോയിൻ ചെയ്യാം. സിംഗിൾ പ്രീമിയം, റെഗുലർ പ്രീമിയം എന്ന് പറയുമ്പോൾ റെഗുലർ പ്രീമിയത്തിൽ ലിമിറ്റഡ് പ്രീമിയം കൂടി ഉണ്ട്. അതായത് നമ്മൾ പോളിസി ടൈം എത്രയാണോ എടുത്തിരിക്കുന്നത് അത്രയും ഫുള്ള് നമ്മൾ പ്രീമിയം അടയ്ക്കാതെ അതിനേക്കാളും കുറവ് ലിമിറ്റഡ് ടേമിലേക്കും നമുക്ക് പ്രീമിയം പേ ചെയ്യാം. ഇതിൽ സിംഗിൾ പ്രീമിയത്തിൽ നമ്മൾക്ക് മിനിമം പ്രീമിയം പറഞ്ഞിരിക്കുന്നത് 30,000ഉം റെഗുലർ പ്രീമിയത്തിൽ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയത്തിൽ 3,000ഉം ആണ് മിനിമം പ്രീമിയം പറഞ്ഞിരിക്കുന്നത്.
ഇനി റെഗുലർ പ്രീമിയം പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 15 വർഷം മുതൽ 40 വർഷം വരെ, അതായത് നമ്മൾ പോളിസി ടൈം എത്രയാണോ എടുത്തിരിക്കുന്നത് അത്രയും തന്നെ നമുക്ക് പ്രീമിയം പേയിങ് ടൈമും സെലക്ട് ചെയ്യാം. ഇനി ലിമിറ്റഡ് പ്രീമിയം പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പോളിസി ടൈം എടുത്തിരിക്കുന്നതിനേലും കുറവ്, അതായത് ഇപ്പോൾ 15 വർഷം മുതൽ 40 വർഷം വരെയുള്ള ടേമിൽ ആണ് നമ്മൾ പോളിസി ടൈം എടുത്തിരിക്കുന്നതെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയിങ് ടൈം നമുക്ക് 10 വർഷം വയ്ക്കാം. 10 വർഷം അടച്ചാൽ മതി. അത്രയും വർഷത്തേക്ക് കവറേജ് കിട്ടാവുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഇനി 20 വർഷം മുതൽ 40 വർഷം വരെയുള്ളതിന് 15 വർഷം നമ്മൾക്ക് പ്രീമിയം പേയ്മെൻറ്റ് ടൈം ഓപ്റ്റ് ചെയ്യാം. അതുപോലെ സിംഗിൾ പ്രീമിയം 15 വർഷം മുതൽ 40 വർഷം വരെ എടുക്കുന്ന ടൈമിന് സിംഗിൾ പ്രീമിയം വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് 2 രീതിയിൽ എടുക്കാം. ലെവൽ സം അഷ്വേർഡും എടുക്കാം, ഇൻക്രീസിങ് സം അഷ്വേർഡും എടുക്കാം. ഇൻക്രീസിങ് സം അഷ്വേർഡ് എടുത്താൽ ഞാൻ പറഞ്ഞു ആദ്യത്തെ 5 വർഷം സെയിം ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു 1 crore പോളിസിയാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ 5 വർഷം നമ്മളുടെ ഇൻഷുറൻസ് കവറേജ് 1 crore ആയിരിക്കും. 6ാമത്തെ വർഷം മുതൽ അതിന് സം അഷ്വേർഡിൻ്റെ 10% വെച്ച് അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് 1 crore 10% എന്ന് പറയുന്നത് 10 lakhs ആണ്. അപ്പോൾ 6ാമത്തെ വർഷം നമ്മളുടെ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് 1,10,00,000 ആയിരിക്കും. 7ാമത്തെ വർഷം 1,20,00,000 ആയിരിക്കും. അങ്ങനെ അത് ഓരോ വർഷം ഇൻക്രീസ് ചെയ്ത് 2 കോടി വരെ ആവും. 2 കോടി വരെ ആയിട്ട് അത് പിന്നെ നമ്മൾ എത്രയാണോ ടൈം എടുത്തിരിക്കുന്നത് അത്രത്തിലേക്ക് ആ 2 കോടിയിലായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി ഈ പോളിസിയിൽ നമ്മളുടെ ഡെത്ത് ബെനിഫിറ്റ്, അതായത് ഇപ്പോൾ നമുക്കൊരു നമ്മൾ ഈ പോളിസി ജോയിൻ ചെയ്യുന്നു, നമുക്കൊരു ഡെത്ത് സംഭവിച്ചു, നമ്മുടെ നോമിനിക്ക് കിട്ടുന്ന എമൗണ്ട് ഒന്നുകിൽ ഒരുമിച്ച് ഒരു എമൗണ്ടായിട്ട് വാങ്ങിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങിക്കാം. അതായത് സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് ഒരു 5 വർഷത്തേക്ക് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ ഒരുമിച്ച് വാങ്ങിക്കുന്നതിനെങ്കിലും കുറച്ച് കൂടുതലായിരിക്കും കിട്ടുന്നത്. അതായത് LICയുടെ ഒരു ഇൻട്രസ്റ്റും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടായിരിക്കും കിട്ടുന്നത്. വേണമെങ്കിൽ 5 വർഷത്തേക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ 10 വർഷത്തേക്ക് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ 15 വർഷത്തേക്ക് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങിക്കാം. ആ വാങ്ങിക്കുന്നത് നമുക്ക് മന്ത്ലിയോ ക്വാർട്ടർലിയോ ഹാഫ് ഇയർലിയോ ഏത് മോഡിലും വേണമെങ്കിൽ വാങ്ങിക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ഇൻകം ഏൺ ചെയ്യുന്ന ആളുടെ പേരിലാണ് പോളിസി എടുക്കുന്നത്. അപ്പോൾ വലിയൊരു സം അഷ്വേർഡ് ഒരു ബൾക്ക് എമൗണ്ട് കിട്ടുമ്പോൾ നോമിനിക്ക് അതെങ്ങനെയാണ് ഡീൽ ചെയ്യണം എന്ന് അറിയാത്ത ഒരാളാണ് എങ്കിൽ ആ എമൗണ്ട് കിട്ടുമ്പോൾ അതെന്ത് ചെയ്യണമെന്ന് ഡിസിഷൻ എടുക്കുന്നത് മറ്റു പലരും ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് പോളിസി ജോയിൻ ചെയ്യുമ്പോൾ തന്നെ സെറ്റിൽമെൻറ്റ് ഓപ്ഷനിൽ അടുത്ത 15 വർഷങ്ങളിലേക്ക് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കിട്ടിയാൽ മതി. ആ രീതിയിൽ നമുക്ക് എഴുതി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് 15 വർഷത്തേക്ക് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ഒരു മന്ത്ലി മോഡിൽ കിട്ടുവാണെങ്കിൽ നമ്മളുടെ അതായത് അതുവരെ ആ കുടുംബം എങ്ങനെ പോയിരുന്നോ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും. അപ്പോൾ ജോയിൻ ചെയ്യുന്ന ആൾ ഇത് ഏത് ഓപ്ഷനാണോ വെച്ചിരിക്കുന്നത് അതാണ് നോമിനിക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. നോമിനിക്ക് ഈ ഓപ്ഷനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ജോയിൻ ചെയ്ത ആൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഓപ്ഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. പോളിസിയിൽ സറണ്ടർ വാല്യൂ എന്ന് പറയുന്നത് നോർമലി സറണ്ടർ വാല്യൂ ഇല്ല എന്ന് പറയാം. പക്ഷെ നമ്മൾ ലിമിറ്റഡ് പ്രീമിയം ആയിട്ടോ സിംഗിൾ പ്രീമിയം ആയിട്ടോ ആണ് അടയ്ക്കുന്നത് എങ്കിൽ ഇപ്പോൾ നമ്മൾ 40 വർഷത്തേക്ക് പോളിസി എടുത്തു, പക്ഷേ പ്രീമിയം പേയിങ് ടൈം നമ്മൾ 15 വർഷമാണ് ഓപ്റ്റ് ചെയ്തതെന്ന് വയ്ക്കും. അപ്പോൾ നമ്മൾ 15 വർഷം പ്രീമിയം അടച്ചു, നമ്മൾക്ക് കവറേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു 30 വർഷം കഴിയുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഇനി കവറേജ് വേണ്ട, ഈ പോളിസി സറണ്ടർ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ 40 വർഷത്തേക്ക് അതിൽ കവറേജ് ഉണ്ട്. അപ്പോൾ ആ ബാലൻസ് കിട്ടുന്ന വർഷങ്ങളിലേക്കുള്ള കവറേജ് നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ ചെറിയൊരു സറണ്ടർ വാല്യൂ, അതായത് ഒരു നോമിനൽ എമൗണ്ട് നമുക്കിങ്ങനെ ലിമിറ്റഡ് പ്രീമിയം അല്ലെങ്കിൽ സിംഗിൾ പ്രീമിയം ആയിട്ട് അടച്ച പോളിസികളിൽ ടേം കഴിയുന്നതിന് മുമ്പ്, അതായത് നമ്മളുടെ കവറേജ് അപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ് ഇത് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് സറണ്ടർ വാല്യൂ ആയിട്ട് കിട്ടും. ലോണൊന്നും ഈ പോളിസിയിൽ അവൈലബിൾ അല്ല. ഇനി ഇതിൽ പ്രീമിയം എത്ര വരും എന്ന് ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 20 വയസ്സുള്ള ഒരാൾ 20 വർഷം ടേം എടുത്ത് ഒരു 50 ലക്ഷത്തിൻ്റെ പോളിസി എടുക്കുകയാണെങ്കിൽ റെഗുലർ പ്രീമിയം ആണെങ്കിൽ ആനുവൽ പ്രീമിയം വരുന്നത് 5,750 രൂപ. ഇനി ആനുവൽ പ്രീമിയം തന്നെ 20 വർഷത്തെയാണ് ടേം, 15 വർഷം കൊണ്ട് അടച്ചു തീർക്കുകയാണെങ്കിൽ വരുന്ന പ്രീമിയം 6,750 രൂപ. ഇനി അത് തന്നെ 20 വർഷം ടേം 10 വർഷം കൊണ്ട് അടച്ചു തീർക്കുകയാണെങ്കിൽ വരുന്ന പ്രീമിയം 8,550 രൂപ.
ഇനി സിംഗിൾ പ്രീമിയം ആയിട്ടാണ് അടയ്ക്കുന്നതെങ്കിൽ 58,400 രൂപ. പ്രീമിയം കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, വളരെ കുറവാണ്. ഇനി 20 വയസ്സെന്നുള്ളതൊരു 30 വയസ്സുള്ള ആളാണ്, 20 വർഷത്തെ തന്നെ ടേം എടുക്കുകയാണെങ്കിൽ റെഗുലർ പ്രീമിയം ആയിട്ടാണ് അടയ്ക്കുന്നത് എങ്കിൽ 8,250 രൂപ. 15 വർഷം കൊണ്ട് അടയ്ക്കുകയാണെങ്കിൽ 9,600. ഇനി 10 വർഷം കൊണ്ട് അടയ്ക്കുകയാണെങ്കിൽ 12,250. സിംഗിൾ പ്രീമിയം ആയിട്ടാണ് അടയ്ക്കുന്നതെങ്കിൽ 84,950 രൂപ. ഇനി 40 വയസ്സുള്ള ഒരാളാണ് ജോയിൻ ചെയ്യുന്നത് 20 വർഷം ടേം തന്നെയാണെങ്കിൽ റെഗുലർ പ്രീമിയം ആണ് അടയ്ക്കുന്നതെങ്കിൽ 17,850. ലിമിറ്റഡ് പ്രീമിയം 10 വർഷത്തേക്കാണ് അടയ്ക്കുന്നതെങ്കിൽ 20,850. ഇനി 15 വർഷത്തേക്കാണെങ്കിലാണ് 20,850. 10 വർഷത്തേക്കാണെങ്കിൽ 26,850. സിംഗിൾ പ്രീമിയം ആണെങ്കിൽ 1,82,950. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് ഏജ് കൂടുന്നതിൻ്റെ അനുസരിച്ച് പ്രീമിയം കൂടിയാണ് വരുന്നത്. പിന്നെ നമ്മൾ ടേം ചൂസ് ചെയ്തിട്ട് ലിമിറ്റഡ് ടേം എടുക്കുമ്പോഴും പ്രീമിയം കമ്പാരിറ്റീവ്ലി കൂടും. അതായത് നമ്മൾ അത്രയും ടൈമും കൊണ്ട് അടച്ചു തീർക്കുമ്പോൾ കുറച്ച് കൂടുതൽ അടയ്ക്കണം, അല്ല ഫുൾ ടൈമിലേക്ക് എടുക്കുകയാണെങ്കിൽ കുറച്ച് കുറവ് മതി. ഇത് എടുക്കുന്ന കസ്റ്റമേഴ്സിനുള്ള ഗുണം എന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും ഒരു അൺഫോർസീൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അതായത് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഡിപ്പെൻഡൻസിന് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടായിരിക്കും. അതുപോലെ ഇപ്പോൾ ബിസിനസ്സുകാരൊക്കെ ആകുമ്പോൾ ഒത്തിരി ലോൺ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അതൊരു വിഷയമായിരിക്കില്ല, കാരണം അവർ ബിസിനസ് ചെയ്യുന്നു, അതിൽ നിന്ന് റീപേയ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്തെങ്കിലും ഒരു ബൈ ചാൻസ് അവർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ലൈബിലിറ്റി അവരുടെ ഫാമിലി ആയിരിക്കും ഏറ്റെടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ലൈബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെതിരെ ഒരു ഇതായിട്ട് ചെറിയ പ്രീമിയത്തിൽ ഈ പോളിസി ജോയിൻ ചെയ്യാം. പ്രീമിയം കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഡെത്ത് സമ്മഷ്വേർഡ്, അതായത് ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ നോമിനിക്ക് കിട്ടുന്ന എമൗണ്ട് ഗ്യാരണ്ടിയാണ്. അതുപോലെ പ്രീമിയം അടയ്ക്കാനുള്ള ഓപ്ഷൻസ് ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ സമ്മഷ്വേർഡ് ആണെങ്കിലും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഒന്നുകിൽ ലെവൽ സമ്മഷ്വേർഡ് അല്ലെങ്കിൽ ഇൻക്രീസിങ് സമ്മഷ്വേർഡ്, അങ്ങനെ ഓപ്ഷൻസും ഒക്കെ ഇതിൽ തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്ലാനിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ സർവീസിങ് ഏജൻറ്റിനെയോ അല്ലെങ്കിൽ എനിക്കോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9526874469. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. പലരും എൻ്റെ അടുത്ത് ഈ പ്ലാൻ ഇറങ്ങിയിട്ട് ലോഞ്ച് ചെയ്തിട്ട് കുറച്ചായി, പക്ഷേ ഞാൻ ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ലിമിറ്റിൻ പുതിയത് ഇട്ടോ, എനിക്ക് കോൾഡ് ആയിരുന്നു, സൗണ്ട് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് വൈകിയത്. അടുത്ത ഒരെണ്ണം കൂടി ഉണ്ട്. ഇപ്പോൾ യുവ ടേം ആണ് ഞാൻ പറഞ്ഞത്, ഒരു യുവ ടേം കൂടി ഉണ്ട്. അത് എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ